ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇന്നൊരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഈ ഈ വീഡിയോൻ്റെ ആയുധം കാണിച്ചില്ലേ, അത് കണ്ടിട്ട് ആ കായ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതൊരു ഓസ്ട്രേലിയ വിഭാഗത്തിലുള്ളൊരു ചെറിയാണ്, ചെറിയ വിഭാഗത്തിൽ പെടുന്നൊരു സാധനം തന്നെയാണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറമ്പിലേക്കൊക്കെ പോയ സമയത്ത് നമ്മുടെ പറമ്പിൽ 2-3 അതിൻ്റെ മരമുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരുപാട് കായ വീണ് അവിടെ നിന്ന് തൈ മുളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം വിചാരിച്ചു എന്നാൽ പിന്നെ അതിന്ന് കുറച്ച് തൈ എടുത്തിട്ട് ഒരു ബോൺസായി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ തൈ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് തൈ അവിടെ നിന്ന് ഒരു 5-6 തൈ പറിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടാൻ സമയം കിട്ടിയില്ല. പിന്നെ ചട്ടിയൊക്കെ മേടിച്ച് പിന്നെ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ ചട്ടി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ അതിന് ഹോളിലായിരുന്നു. അപ്പോൾ ഹോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഴ കേട്ടോ പുറത്ത്. അപ്പോൾ ഹോളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പറമ്പിലെ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ബോൺസായി മണ്ണൊന്നുമല്ല, പറമ്പിലത്തെ മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു പോട്ടിൽ ഒറ്റ പ്ലാന്റ് അല്ല, പകരം ബോൺസായി ഒരു പോട്ടിൽ തന്നെ ഒരു 4-5 പ്ലാന്റ് വെച്ചിട്ട് അതിനൊന്ന് കറക്റ്റാക്കിയതിന് ശേഷം റീപോർട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇതേ മോഡൽ 1-2 ബോൺസായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിജയകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് പിന്നെ ഇതും കൂടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് നമ്മൾ ആ പ്ലാന്റിൻ്റെ തൈ ഓരോന്നോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ശരിക്കും ബോൺസായി സോയിൽ വെച്ചാൽ വേറെ തന്നെയാണ്, അതിൽ കുറേ മിക്സിംഗ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ പറമ്പിലെ സോയിൽ തന്നെ എടുക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ആഡ് ഒന്നുമില്ല, വേറെ എക്സ്ട്രാ വളങ്ങളൊന്നുമില്ല. ഇതൊന്ന് ആ ഒരു പോട്ടിൽ തന്നെ ആയി ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം മാറ്റി നടാന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ വെച്ചാൽ ഈ കായ നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അധികം ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പേര് വെച്ചാൽ എൻ്റെ പ്രദേശത്തൊക്കെ സ്വർണ്ണാഞ്ജലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് ചെറിയ വിഭാഗത്തിൽ പെടുന്നൊരു തൈയാണത്. അത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അതിന് പറയുന്ന പേരെന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ രണ്ടാമത്തെ തൈയും എടുത്തു, അതിലേക്ക് പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഒരു 4-5 തൈയുണ്ട്. അത് മൊത്തം പോട്ട് ചെയ്തിട്ട് വേണം ബാക്കി മണ്ണ് ഫില്ല് ചെയ്യണം. പിന്നെ അപ്പോഴാണ് മഴ ഒരു വില്ലനായിട്ട് നമുക്കിടയിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മഴയുടെ ഗ്യാപ്പ് അനുസരിച്ച് മാത്രമേ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലാഗിങ് വീഡിയോയിലുണ്ട്. നമ്മുടെ പറമ്പിലുള്ള ചുവന്ന മണ്ണ്. അപ്പോൾ അതന്നെയാണ് നമ്മൾ ഇടുന്നതും. മൊത്തം അതിലേക്ക് ഫില്ല് ചെയ്തു, ഓരോന്നിട്ട് മൊത്തം ഫില്ല് ചെയ്തു.